ഇന്ന് നമുക്കൊരു പഴയകാല പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? പിടിപ്പായസം എന്നും പറയും, കായ്ക്കറി പായസം എന്നൊക്കെ പറയും കേട്ടോ. ഇത് മലബാർ ഏരിയയിലേക്ക് പല വിശേഷാവസരങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. ഉണ്ടാക്കാൻ കുറച്ചൊരു മെനക്കെടുണ്ട്, പക്ഷെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ 1/4 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് പ്രഷർ കുക്കർ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ, ഒരു വിസിൽ മതി കേട്ടോ, ഒരുപാടങ്ങ് ഉടഞ്ഞ് പോകരുത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചരി 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഞാനെടുത്തത് പത്തിരിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തത്. പത്തരിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുഴച്ചെടുക്കട്ടോ. എന്നിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിത് 2 ആൾക്കുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ പിടികളാക്കി എടുക്കട്ടോ. ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കട്ടെ, ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയേ. പിന്നെ ഞാൻ എടുത്തതൊരു 3 കപ്പ് തേങ്ങൻ്റെ 2-ാം പാലാണ്. ഇതിൽ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ 2 ഏലക്കായൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് 2 നേന്ത്രപ്പഴമാണ്. അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം നിങ്ങൾക്ക് വാട്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. വാട്ടിയിട്ടാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പക്ഷെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഈ പഴം തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ പഴം പാലിൽ കിടന്ന് 2-3 മിനിറ്റ് വേവിച്ചെടുക്കണേ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊരു കട്ടിക്കുള്ള പായസമായിരിക്കും കേട്ടോ, നമ്മൾ പരിപ്പും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതല്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങൻ്റെ 1-ാം പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഈ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട, തിള വരുമ്പം തന്നെ ഓഫ് ചെയ്യട്ടോ. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ. ഇത് തണുക്കും തോറും നല്ല കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുറച്ചൊരു മെനക്കെടുണ്ടെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.